1821 നവംബർ 11. അന്നാണ് റഷ്യയിലെ മോസ്കോയിൽ ഒരു ഇടത്തരം വീട്ടിൽ മിഖായേലിൻ്റെയും മറിയയുടെയും രണ്ടാമത്തെ മകനായി ഫിയദോർ പിറക്കുന്നത്. മറ്റേത് റഷ്യൻ ബാല്യത്തെയും പോലെ റഷ്യൻ നാടോടി കഥകളും ലോകസാഹിത്യവും ബൈബിളും അനുശീലിച്ചു വളർന്ന ഒരു കുട്ടിയായിരുന്നു ഫിയദോർ. അതുകൊണ്ടുതന്നെ അവനിൽ നീതിബോധവും സഹാനുഭൂതിയും വേണ്ടുവോളം അങ്കുരിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പിതാവിൻ്റെ മരണം ഫിയദോറിൻ്റെ കുടുംബത്തെ ദൈന്യതയിലേക്ക് തള്ളിവിട്ടു. കുട്ടിയായ ഫിയോദറിൽ ഇത് വലിയ സംഘർഷമുണ്ടാക്കി. ഈ കാലയളവിൽ തന്നെയാണ് ഫിയദോറിന് ആദ്യമായി ചുഴലി രോഗം പിടിപെടുന്നത്. ഇങ്ങനെ പലവിധ പരാധീനതകൾക്ക് നടുവിലാണ് ഫിയദോർ സർഗാത്മക സാഹിത്യം എഴുതി തുടങ്ങുന്നത്. 1845 പുവർ ഫോക്ക് എന്ന കന്നി നോവലിൻ്റെ രചന അദ്ദേഹം പൂർത്തിയാക്കി. 24 വയസ്സു മാത്രമേ അന്ന് അദ്ദേഹത്തിനുള്ളൂ. ആദ്യത്തെ റഷ്യൻ സാമൂഹിക നോവലെന്ന് നിരൂപകർ ഈ കൃതിയെ അടയാളപ്പെടുത്തുന്നു. അതോടെ ഒരു പുതിയ റഷ്യൻ എഴുത്തുകാരൻ ഉദയം കൊള്ളുകയായിരുന്നു. അദ്ദേഹമാണ് സാക്ഷാൽ ഫിയദോർ മിഖായിലോവിച്ച് ദസ്തയേവ്സ്കി. നാടകവും ചൂതാട്ടവും പോലെ എഴുത്തും ലഹരിയായി കൊണ്ടുനടന്ന ഫിയദോർ ഒരു അരാഷ്ട്രീയ പുസ്തകം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു കൂട്ടം യുവാക്കൾക്കൊപ്പം തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഭാഗ്യം കൊണ്ട് ആ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. തുടർന്ന് ഫിയദോർ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നു. സൈബീരിയൻ ജയിലിലെ ജീവിതം അദ്ദേഹത്തെ മാറ്റിമറിക്കുകയുണ്ടായി. ഇവിടുത്തെ ജീവിതാനുഭവങ്ങളാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് അഥവാ കുറ്റവും ശിക്ഷയും എന്ന വളരെ പ്രശസ്തമായ നോവലെഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ദ ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനാവേളയിലെ സംഘർഷങ്ങൾ ഫിയദോറിനെ മദ്യശാലയിലേക്കും ചൂതാട്ട കേന്ദ്രത്തിലേക്കും പറിച്ചു നട്ടുകൊണ്ടേയിരുന്നു. ചുരുക്കത്തിൽ ദസ്തയേവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആ രാപകലുകൾ നിരവധി സന്ത്രാസങ്ങളുടേതായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ സംഘർഷഭരിതമായ ചില രാപ്പകലുകൾ. വിജനം വിജനം വിജലം വിജലം വിജനമേ രാവ് വിചിത്രമായിരിക്കുന്നു. ഈ വിജനത എന്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഈ ചത്വരത്തിൽ നിന്നും ആളുകളെല്ലാം നേരത്തെ പിരിഞ്ഞു പോയെന്നോ? വിസ്മയം, അതിശയമായിരിക്കുന്നു. ഏതായാലും പാർക്കിൽ നിന്നും ഇപ്പോഴും സംഗീതം കേൾക്കുന്നുണ്ടല്ലോ. അത്രയും സമാധാനം, അത്രയും സമാധാനം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി.
മദ്യശാല അടച്ചെന്നു. പിന്നെന്തിനാണ് ഈ പാവം ചുള്ളിനീരക്കാരൻ ഇത്രയും ദൂരം നടന്നു വന്നത്? തുറക്ക് നിക്കോൾഫ്, കഥകൊന്നു തുറക്ക്. തണുപ്പ് കാരണം എന്റെ കൈകാലുകൾ മരവിക്കുന്നു. നിക്കോൾഫ്, കഥക് തുറക്കാൻ. നിക്കോൾഫ് എവിടെ? അയാളെ വിളിക്കൂ. അല്ല, നീ ഏതാടി പെങ്കൊച്ചേ? ഒന്നിച്ച് 2 ചോദ്യങ്ങൾ പറയാം, ഓരോന്നായിട്ട് ഉത്തരം പറയാം. മിസ്റ്റർ നിക്കോൾ, അതായത് ഈ മദ്യശാലയുടെ മാനേജർ, അങ്ങേര് കടയെ പൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഈ ഞാൻ മെർലിൻ, ഇന്നിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ്. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊരു കുപ്പി കോണിയാക്ക്. മദ്യത്തിന്റെ പേരും ബ്രാൻഡും ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. ഇന്നിവിടെ കച്ചവടം ഇല്ല. ഞാൻ നോക്ക്, എല്ലാം അടച്ചു പൂട്ടി കഴിഞ്ഞു. സമയം നോക്ക്, 2 മണി. അല്ലയോ സുന്ദരിയും സമർത്ഥയുമായ സ്ത്രീയെ, ഈ മധ്യവയസ്കനോട് ഒരല്പം കനിവുണ്ടാവണം. ഭവതിക്ക് ആളെ തിരിച്ചറിയാത്തതുകൊണ്ടാ. ഞാനിവിടുത്തെ സ്ഥിരം പറ്റുപടിക്കാരനാ. ദൈവത്തിന് സ്തുതി. പാനപാത്രം. മറവിതൻ ജലം. വിധിയുടെ പാനപാത്രം. മറവിതൻ ജലം. വിധിയുടെ പാനപാത്രം. മറവിതൻ ജലം.
രാത്രി കൂടി വൃത്തിയാക്കിയിട്ട മുറിയായത്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? ഇത്ര മാത്രം കടലാസ് ചുരുളുകളോ? അപ്പോ ഇന്നലെ രാത്രി കുടി കഴിഞ്ഞ് വന്നിട്ട് എഴുതാനിരുന്ന് കാണും. കഷ്ടം. പക്ഷെ ഒന്നും എഴുതി കാണില്ല. എന്റെ പൊന്നു മിശിഹായെ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള നോവൽ എഴുതി പൂർത്തിയാക്കാൻ ആവശ്യമായ മനസമാധാനം കൊടുക്കണമേ. പ്രഭുക്കന്മാരുടെയും പണക്കാരുടെയും പ്രാർത്ഥനകൾ മാത്രമല്ല, വല്ലപ്പോഴുമെങ്കിലും ഈ പാവപ്പെട്ട വീട്ടുവേലക്കാരുടെ പ്രാർത്ഥനകൾ കൂടി കേൾക്കാവുന്നതാണ്. എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. എന്നോട് കരുണ വേണ്ട. ആ മുറിയിൽ കിടന്നുറങ്ങുന്ന മഹാനായ എഴുത്തുകാരനോട് ഒരല്പം ദയ. വാടക കൊടുത്തിട്ട് 4 മാസമായി. വീട്ടുടമസ്ഥൻ അലോക്യൻ കയറിയിറങ്ങി മടുത്തു. നീ കാണുന്നില്ലേ? പട്ടിണിയാ, പട്ടിണി. കടവും കയറി വരുന്നു. എഴുതി കൊടുത്താ അങ്ങേർക്ക് പണം കിട്ടും. പക്ഷേ എന്തെങ്കിലും എഴുതാനാവണ്ടേ? അക്കാര്യത്തിൽ ഈ പാവപ്പെട്ട വീട്ടുവേലക്കാരിക്ക് എന്തു ചെയ്യാനാവും? മാഡം, ആ, ആരാത്? കയറി വരൂ. മാഡം, ഈ അലോൻകിന്റെ കെട്ടിട സമുച്ചയം ഇതല്ലേ? അതെ. അതില് 13-ാം നമ്പർ വീട് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങൾക്ക് എന്ത് വേണം? ഇവിടെ ആരെ കാണാനാ? ഇതല്ലേ റഷ്യയിലെ മഹാനായ എഴുത്തുകാരൻ ഫിയദോർ മിഖാലോവിച്ച് ദസ്തോവ്സ്കിയുടെ വീട്? അതെ. അത് നിങ്ങൾക്ക് എന്താ? അദ്ദേഹത്തിന് ഒരു സ്റ്റെനോഗ്രാഫറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനായിട്ട് വന്നതാ. എങ്കിലിരിക്കെ. മഹാനായ എഴുത്തുകാരൻ മഹത്തായ ഉറക്കത്തിലാ. മഹതി ഇരിക്കെ. ആരാണ് എന്റെ എഴുത്തുമുറിയിൽ? ഞാൻ അന്ന ഗ്രിഗറിവ്ന സ്മിത്തിന. അന്നയെന്ന് വിളിക്കും. സ്റ്റെനോഗ്രഫി പഠിപ്പിക്കുന്ന ഓൾക്കിൻ പറഞ്ഞിട്ട് വന്നതാ.
ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോ സാറയ്ക്ക് ചുരുക്കെഴുത്തറിയാം അല്ലേ? സാറേ അല്ല, അന്ന. സാറയാണേലും അന്നയാണേലും ചുരുക്കെഴുത്തറിയാമോ എന്ന് പറഞ്ഞാ മതി. ഒരു മുരടനാണെന്ന് തോന്നുന്നു. എന്ത്? എന്താ പറഞ്ഞേ? അല്ല, സ്റ്റെനോഗ്രഫി അറിയാന്ന് പറയായിരുന്നു. ഞാനേ എന്റെ പുതിയ നോവലിന്റെ പണിപ്പുരയിലായിരുന്നു. ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ. പക്ഷേ എനിക്കതങ്ങ് എഴുതാൻ സാധിക്കുന്നില്ല. ചില മാനസിക പീഡകളും ശാരീരിക പീഡകളും. ഞാനൊരു ചൊള്ളി ദീനക്കാരനാ. ഞാൻ വായിച്ചു തന്നാൽ കുറച്ചെഴുതിയെടുക്കാമോ? എഴുതാം ഫിയോദർ. എങ്കിലിതാ. മുറ്റം കടന്നവർ 4-ാം നിലയിലേക്ക് കയറുവാൻ തുടങ്ങി. മണി 11-നോടടുത്തിരിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അക്കാലത്ത് രാത്രിയില്ലെങ്കിലും അവർ മേൽപോട്ടു കയറും തോറും കോണിപ്പടിയിൽ ഇരുട്ട് കൂടിക്കൂടി വന്നു. ഒടുവിൽ തികഞ്ഞ കൂരിരുട്ടായി. ഫിയോദർ, കുറച്ച് പതിയെ. മുകളിലത്തെ തട്ടിലുള്ള പുകപിടിച്ച ചെറിയ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. കൊളുത്തി വെച്ചിട്ടുള്ള ഒരു മെഴുകുതിരി കഷ്ണം 10 അടി നീളമുള്ള ദുരിതം പിടിച്ച ഒരു മുറി തെളിയിച്ചു. ഇടനാഴിയിൽ നിന്നും ആ മുറി മുഴുവനും കാണാം. എല്ലാം എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്നു. അതെ, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, കുറ്റവും ശിക്ഷയും. അതിലെ റസ്കോൾനിക്കോവ്. ഈ മുറി ആയിരുന്നല്ലേ ആ മുറി? റസ്കോൾനിക്കോവ് നടന്നു കയറിയ പിരിയൻ ഗോവണി. മതി, സാറാ എഴുതിയതെങ്ങ് തരൂ. സാറയല്ല, അന്ന. അന്ന എങ്കിൽ അന്ന. ശ്രീകരം, അടിവില്ലാത്ത അക്ഷരങ്ങൾ, കുത്തുമില്ല, കോമയില്ല. അത് ശരിയാക്കാം ഫിയോദർ. എന്ത് ശരിയാക്കാമെന്ന്? അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതിനടയ്ക്കാം ഇതുകൂടി. ക്ഷമിക്കണം ഫിയോദർ. മതി, ഇന്നിത്രയും മതി. നീ പോയി നാളെ വരൂ.
ഞാനും ഒന്ന് പുറത്തു പോയി വരാം. ഫിയോദർ, അങ്ങോട്ടേക്ക് എന്താ? അകത്തേക്ക് ഈ വഴി, പുറത്തേക്ക് ആ വഴി. അവിടെ ഭിത്തിയല്ലേ? ഭിത്തി. ഭിത്തി. ഓ, നാലാം ഭിത്തി. നാലാം ഭിത്തി. റഷ്യയിലെ നാടകക്കാരും ബാലേക്കാരും മാത്രം തകർത്താ പോരല്ലോ. ഈ നാലാം ഭിത്തി എഴുത്തുകാർക്കുമില്ലടോ നാലാം ഭിത്തി. ആ, നമസ്കാരം. ഇന്നലെ ഈ വഴി കണ്ടില്ലല്ലോ. ഓരോ ദിവസവും ഓരോ വഴികളാ. വഴികളിങ്ങനെ പെരുകുകയാ. ഏതു വഴിക്ക് പോകണം, ഏതു വഴിക്ക് പോകണ്ട എന്ന് തിരിച്ചറിയാനാകാതെ പെരുവഴിയിൽ അകപ്പെട്ടവരാ നമ്മള് മനുഷ്യര്. അതൊക്കെ പോട്ടെ, നിക്കോൾഫ് എവിടെ? നിക്കോൾഫിനെ വിളിക്കൂ. മാനേജർ, മാനേജർ, ദാ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫിയോദർ. ഗുഡ് മോർണിംഗ്. എനിക്ക് അടിയന്തരമായി കുറച്ച് കാശ് വേണം. കടമായി മതി. ഇപ്പോൾ തന്നെ കുടിച്ചതിന്റെ വകയിൽ പറ്റു കുറെ ബാക്കിയുണ്ട്. ഇനി എന്തിനാ കാശ്? കടം ചോദിക്കുമ്പോ അതെന്തിനാന്ന് ചോദിക്കരുത്. കടം കടം അത്ര തന്നെ. നിങ്ങൾ ഈ എഴുത്തുകാരോട് ഫിലോസഫി പറയാൻ ഞാൻ ആളല്ല. ഫിലോസഫി, തത്വശാസ്ത്രം, അത് തന്നെയാണോ ജീവിതം? എന്റെയും തന്റെയും ഈ റഷ്യക്കാരുടെയും ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം തന്നെയാണോ തത്വശാസ്ത്രം? ഫിയോദർ, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മറ്റു ബാർ ജീവനക്കാരെ പോലെ അല്ല ഈ ഞാൻ. എനിക്ക് അങ്ങയുടെ ജീവചരിത്രം കുറെയൊക്കെ അറിയാം. ഞാനങ്ങനെ സാഹിത്യം വായിക്കുന്ന ആളൊന്നുമല്ല. എന്നിരുന്നാലും വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരിതമേറിയ അങ്ങയുടെ ബാല്യം സാർ ചക്രവർത്തിക്കെതിരെ നിന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും പിന്നീട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും ഒടുവിൽ സൈബീരിയയിലേക്ക് നാട് കടത്തപ്പെട്ടതും. മതി നിക്കോൾഫ്, മതി. നിങ്ങൾ ഈ വേദനിപ്പിക്കുന്ന ചരിത്രം വിട്ട് കടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തൂ. അങ്ങക്ക് എത്രയാണോ വേണ്ടത്? എനിക്ക് 250 റൂബിൾ. നന്ദി നിക്കോൾഫ്, നന്ദി.
അപ്പോൾ നിങ്ങളുടെ പണി നടക്കട്ടെ, ഞാൻ പോയി വരാം. ശരി. ഹേയ്, സുസ്ലേവ. ഓ ഫിയോദർ, ഈ പ്രേമഭാജനം നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ താങ്കളുടെ പ്രേമവാചനമായിരുന്നു. എന്നാൽ ഇപ്പോഴല്ല. എന്റെ ഭാര്യ മരിയയുടെ മരണശേഷം ഒറ്റപ്പെട്ടു പോയെന്റെ ജീവിതത്തിൽ ഒരു ദിവ്യ വെളിച്ചമായിരുന്നു നീ, സുസ്ലേവ. ശരിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റൊരാളുടെ കാമുകയാണ്. ക്ഷമിക്കണം ഫിയോദർ, ഞാൻ പോകട്ടെ. ആരാ ഈ വഴി മുടക്കിയിരിക്കുന്നത്? ഹേ, ഒന്ന് മാറിത്തരൂ. സ്റ്റെല്ലോസ്കി. ഹിതാര് ദസ്തോസ്കിയോ? അല്ല, അങ്ങെന്താ ഈ പാലത്തിനരികിൽ തിരിയുന്നത്? ഹേയ്, ഞാനീ നേവാ നദിയുടെ ഒഴുക്ക് ആസ്വദിക്കുകയായി. അല്ല, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രശസ്തനായ പ്രസാധകനും പണക്കാരനുമായ ചെല്ലോസ്കി എന്ന ഇതുവഴി, അതും കാൽനടയായി. കുതിരവണ്ടി അപ്പുറത്ത് നിന്നു. പിന്നെ ഇതിലൊന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, താങ്കളെ ഒന്ന് കണ്ടാൽ ആ നോവൽ എഴുതി തരുന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. പ്രിയ പ്രസാധക, അങ്ങ് ഇക്കാര്യവും പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസവും വീട്ടിൽ വന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണമെന്നില്ല. പിന്നെ എഴുതാൻ ചില തടസ്സങ്ങൾ വെട്ടി മാറ്റണം ഫിയോദർ. നമ്മൾ തമ്മിൽ പറഞ്ഞതനുസരിച്ച് നോവലിന്റെ കയ്യെഴുത്ത് പ്രതി അടുത്ത മാസം 1-ാം തീയതി എന്റെ ഓഫീസിൽ എത്തിയിരിക്കണം. ആയതിന് ഈ 3 ആഴ്ച കൂടി. 3 ആഴ്ചയോ? മിസ്റ്റർ ഫിയോദർ, താങ്കൾ കാലവും ഉടമ്പടിയും എല്ലാം മറക്കുന്നു. പറഞ്ഞതനുസരിച്ച് നോവലിന്റെ കയ്യെഴുത്ത് പ്രതി എന്റെ ഓഫീസിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ഇത്രയും കാലം താങ്കൾ എഴുതിയ നോവലുകളുടെയും ഇനി എഴുതാൻ പോകുന്ന നോവലുകളുടെയും പകർപ്പവകാശം എന്നിൽ നിക്ഷിപ്തമായിരിക്കും. എണ്ണി വാങ്ങിയ റൂബിളിന്റെ കാര്യം മറക്കണ്ട. അല്ല, ഞങ്ങളെ പോലൊരു വലിയ കലാകാരന് 3 ആഴ്ച തന്നെ ധാരാളം. വേണമെന്ന് വെച്ചാ 2 നോവലുകൾ എഴുതാം. താങ്കൾ അതിൽ കിടക്കുന്നു. ഇല്ല, ഞാൻ അതിര് കടക്കുന്നില്ല. അതിര് കടക്കാതെ തിരിഞ്ഞു കടന്നേക്കാം. എങ്കിൽ പറഞ്ഞതുപോലെ അടുത്ത മാസം 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് പോയി തരും. ഞാൻ പോയേക്കാം. വണ്ടിക്കാരാ, വണ്ടി എടുക്കും.
ദാ ചൂതാട്ടം ആരംഭിക്കുന്നു. ആർക്കും കടന്നു വരാം. 1 വെച്ച 2, 2 വെച്ച 4, തീരുന്നില്ല. 100 വെച്ച 200 രൂപ. നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കൂ സുഹൃത്തുക്കളെ. ഈ റൂളറ്റ് മേശയിലെ ഭാഗ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതാണ്. റൂളറ്റ് കറങ്ങുമ്പോൾ ഛേദം ലാഭമായി വരും. ഛേദം ലാഭമായി വരും. പണമില്ലാത്തവർക്ക് കടം കൊടുക്കാൻ ഇവിടെ പലിശക്കാരൻ ഗ്രിഗറി ഉണ്ട്. ഗ്രിഗറി യാക്കോ. എങ്കിൽ പണം വെക്കൂ. ഇതാ 200 രൂപ. റൂലറ്റ് കറങ്ങട്ടെ. ഇത്രയല്ലേ പോയുള്ളൂ. അടുത്ത റൂളറ്റ് താങ്കൾക്കുള്ളതാണ്. വീണ്ടും വെക്കൂ. ഇതാ വീണ്ടും വെക്കുന്നു 200 രൂപ. റൂലറ്റ് വീണ്ടും കറങ്ങട്ടെ. അടിച്ചിരിക്കുന്നു 400 രൂപ. കളി പുരോഗമിക്കട്ടെ. ആർക്കും കടന്നു വരാം. ചൂതാടാനായി കടന്നു വരൂ. ആ പോകുന്നത് ഫിയോണറൽ. അയാൾ ഇങ്ങോട്ടേക്കാണല്ലോ. വിളിക്കൂ, അയാളെ വിളിക്കൂ. ചൂതിന്റെ ലഹരി വരണേ. ഫിയോണർ വരണം. ഫിയോറിന്റെ കയ്യിൽ കാശൊന്നും കാണുകയില്ല. ഇന്നലെ മൊത്തം അയാൾ തുലച്ച് കളഞ്ഞില്ലേ. ഫിയോദറിന് കടം കൊടുക്കാൻ ഗ്രിഗറി ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞാൽ പോരാ. ഫിയോദർ വന്നെന്നോട് നേരിട്ട് പറഞ്ഞാൽ ഞാൻ പണം കൊടുക്കും. വെറുതെ അല്ല, പലിശക്ക്. ഫിയോദർ, ഒരു ഫിയോദർ ചൂതാടാനായി കടന്നു വരൂ. ഒരു ഫിയോദർ. എന്റെ കൈവശം ആകെയുള്ള 250 രൂപ ഞാൻ ഈ റൂളറ്റിൽ വെക്കുന്നു. റൂലറ്റ് കറങ്ങട്ടെ. അത്ഭുതം! അടിച്ചിരിക്കുന്നു. ഫിയോദറിന് 500 രൂപ കൈവന്നിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഈ 500 രൂപയും ഞാൻ ഈ റൂളറ്റിൽ വെക്കുന്നു. റൂലറ്റ് കറങ്ങട്ടെ. അയ്യോ കഷ്ടം. ഫിയോദറിന് ഇത്തവണ ദൗർഭാഗ്യം. ജയം, തോൽവി, തോൽവി, ജയം. പക്ഷേ ൂറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മിസ്റ്റർ ഗ്രിഗറി യാക്കോബ്, എനിക്കൊരു 200 രൂപ കടമായി തരും. 200 രൂപ? താങ്കൾ എനിക്ക് തരാനുള്ള കടം എത്രയായെന്ന് അറിയാമോ? ഇല്ല, താങ്കൾക്ക് ഇനി പണമില്ല. സ്വന്തമായി പണമില്ലാതെ താൻ എന്തിനാണോ ഫിയോദർ ഈ ചൂതാട്ട കേന്ദ്രത്തിൽ വരുന്നത്? ചിരിക്കണ്ട. ഈ കളിക്കളത്തിൽ ഞാൻ ഏറ്റുമുട്ടുന്നത് എന്റെ വിധിയോടാ. എന്റെ വിധിയോടുള്ള ഏറ്റുമുട്ടൽ. വിധിയോടുള്ള ഏറ്റുമുട്ടൽ. കടന്നു വരൂ, കടന്നു വരൂ. ചൂതാടാനായി കടന്നു വരൂ. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. മടിച്ചു നിൽക്കാതെ നിങ്ങൾ കടന്നു വരൂന്നേ. ചൂതാടാനായി കടന്നു വരൂ. മടിച്ചു നിൽക്കാതെ നിങ്ങൾ കടന്നു വരൂന്നേ. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കൂ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. മടിച്ചു നിൽക്കാതെ ചൂതാടാനായി കടന്നു വരൂന്നേ.
കളിക്കാൻ ആരും വരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ ഇന്നത്തെ കളി ഇവിടെ അവസാനിപ്പിക്കാം. കൊള്ളാമന്ന, നീ നന്നായി മുന്നേറിയിരിക്കുന്നു. ചുരുക്കെഴുത്തിൽ നീ ഇപ്പോൾ സമർത്ഥ തന്നെ. നന്ദി ഫിയോദർ. എൻ്റെ എഴുത്തങ്ങ് ഇഷ്ടപ്പെട്ടതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. പിന്നെ എൻ്റെ പേര് കൃത്യമായി ഓർമ്മിച്ചു പറഞ്ഞതിലും. നമ്മൾ ഇന്നലെ എവിടെയാ പറഞ്ഞു നിർത്തിയത്? 4-ാം അധ്യായം അവസാനിച്ചതായാണ് താങ്കൾ പറഞ്ഞത്. 4-ാം അധ്യായം? അതെ അതെ. അപ്പോൾ ഇനി 5-ാം അധ്യായം എഴുതിക്കോളൂ. അവർണ്ണനീയമാം വിധം പോളിന ചിന്താധീനയായിരുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, തിരിച്ചിടൂ. അവർണ്ണനീയമാം വിധം പോളിന അവർണ്ണനീയമാം വിധം ചിന്താധീനയായിരുന്നു. അതെ, പോളിന അവർണ്ണനീയമാം വിധം. അയ്യോ, അയ്യോ, എന്തു പറ്റി ഫിയോദർ? അയ്യോ, ഫിയോദർ, ഫിയോദർ, ദൈവമേ, ഫെദോസ്യ, ഫെദോസ്യ, ഓടി വരൂ. ഞാനിപ്പോ വരാം. ഫിയോദർ, ഫിയോദർ. മാറി മാറി മയക്കം പിടിച്ചു. ഇനി അല്പനേരം സ്വസ്ഥമായി ഉറങ്ങട്ടെ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകും. ഫിയോദർ, എന്റെ ദൈവമേ, തീന്മേശയിൽ നിന്നും പിരിയുമ്പോൾ അവൾ എന്നെ ഒരു നടത്തത്തിനു ക്ഷണിച്ചു. ഞങ്ങൾ കുട്ടികളോടൊപ്പം ഉദ്യാനത്തിലെ ജലധാരയ്ക്കരികിലെത്തി. എൻ്റെ ഹൃദയം കലുഷിതമായിരുന്നു. ഇതൊന്നും ആ ഫ്രഞ്ചുകാരൻ അവളോട് സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പൊടുന്നനെ ചോദിച്ചു. അയാളൊരു തെമ്മാടിയാണ്. ഇങ്ങനെ വിചിത്രമായിരുന്നു അവളുടെ മറുപടി. അയാളെക്കുറിച്ച് അവൾക്ക് ഇത്തരമൊരു അഭിപ്രായം
ഇതാദ്യമായാണ്. അവളുടെ ശോഭപ്രകൃതം ഭയന്ന് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. മുത്തശ്ശിയെ വേലക്കാർ മുകളിലേക്ക് ചുമന്നു. വഴികാട്ടിക്കൊണ്ട് ഞാൻ ഓവണിപ്പടിയിലൂടെ മുൻപേ നടന്നു. അത് ഒരു ഘോഷയാത്ര പോലെ തോന്നിപ്പിച്ചു. മറികടന്നുപോയ എല്ലാവരും ഞങ്ങളെ തുറിച്ചു നോക്കി. ഈ നഗരകേന്ദ്രത്തിലെ ഏറ്റവും ആർഭാടം നിറഞ്ഞ സത്രമാണിത്. ഇടനാഴിയുടെ പടവുകളിലും വരാന്തയിലും നിന്ന സത്രത്തിലെ താമസക്കാരായ വനിതകൾ ഞങ്ങളെ ആദരപൂർവം നോക്കി. സത്രമുടമ നല്ല 2 മുറികളാണ് മുത്തശ്ശിക്ക് നൽകിയത്. മുത്തശ്ശി ഒരു വിദേശ വനിതയാണെന്ന് അയാൾ എല്ലാവരെയും അറിയിച്ചു. മുത്തശ്ശിക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. മുഴുവൻ നരച്ച തല അവർ ഉയർത്തിപ്പിടിച്ചു. തിളങ്ങുന്ന മുല്ലപ്പൂക്കൾ പോലെയുള്ള പല്ലുകൾക്ക് ഇപ്പോഴും ഒരു കേടുമില്ല. ആകാരം യൗവനയുക്തമാണ്. അവർ കറുത്ത പട്ടുവസ്ത്രവും ഒരു വെള്ളത്തൊപ്പിയും അണിഞ്ഞിരുന്നു. ഞാൻ പാരീസിലേക്ക് പോകുമെന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ആസ്റ്റലി പറഞ്ഞതോർത്ത് ചിരിച്ചുപോയി. പോളിനെ മരിച്ചാൽ ഒരു ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെടാൻ വരെ അയാൾ മോഹിക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സംഘർഷം. പോളിനയ്ക്കിങ്ങനെയെല്ലാം സംഭവിച്ചതിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. ഓ ദൈവമേ, എന്തിനീ വിക്രിയകൾ, എന്തിനീ ലീലാവിലാസങ്ങൾ. ഞാൻ ആണയിടാം, എൻ്റെ അകം വെന്തു നീറുന്നു. കഴിഞ്ഞ ദിവസം ചൂതാട്ടക്കളത്തിൽ നിന്ന് എനിക്ക് പണം കൂമ്പാരമായി കിട്ടിത്തുടങ്ങിയതിൽ പിന്നെ എനിക്ക് പോളിനയോടുള്ള സ്നേഹം എന്നിലേക്ക് തന്നെ ചുരുങ്ങിയെന്ന് തോന്നിത്തുടങ്ങി. എനിക്ക് ഇനിയും ഒരു നല്ല ചൂതാട്ടക്കാരനായിരിക്കാൻ കഴിയുമോ? പോളിനയോടുള്ള എൻ്റെ ആത്മാർത്ഥ പ്രണയം എനിക്കെല്ലാം അപരിചിതമായി തോന്നി. ഞാൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് മാത്രമറിയാം. ആസ്റ്റലിയെ വെടിഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോൾ എന്നിൽ കൊടിയ വേദനകൾ വന്നു നിറഞ്ഞു. വേദനകൾ, യഥാർത്ഥമായ വേദനകൾ. അന്ന, നോവൽ അവസാനിക്കാൻ ഇനി വെറും 2 വാക്യങ്ങൾ മാത്രം. ദൈവത്തിന് സ്തുതി. ഇതാ എഴുതൂ. പറയൂ ഫ്യൂദർ. അപ്പോൾ അവർ അവസാനത്തെ നാണയത്തിന്റെയും അർത്ഥമെന്തെന്നറിയും. നാളെ നാളെ എല്ലാറ്റിനും ഒരു അന്ത്യം വരും. ശുഭം. ശുഭം. ഫിയോദർ, ഫിയോദർ, ഇന്ന് 1-ാം തീയതി. സ്റ്റെല്ലോസ്കി പറഞ്ഞ സമയമാവുന്നതേ ഉള്ളൂ. നോവലിന്റെ ഈ തിരുത്തിയ പകർപ്പ് നമുക്കിപ്പോൾ തന്നെ സ്റ്റെല്ലോസ്കിയുടെ ഓഫീസിൽ ഏൽപ്പിക്കാം. വരൂ ഫിയോദർ. ഫിയോദർ, വരൂ. അന്ന, അവിടെ ഭിത്തിയല്ലേ?
മഹാനായ എഴുത്തുകാരന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്റ്റെനോഗ്രാഫർക്കുമില്ല 4-ാം ഭിത്തി. ഭേഷ്. ചതി, കൊടും ചതി. നോക്കൂ അന്ന, സ്റ്റെല്ലോസ്കിയുടെ ഓഫീസ് പൂട്ടിയിരിക്കുന്നു. അവിടെ നിന്നും എല്ലാവരും പോയിരിക്കുന്നു. സമയം 4 മണിയല്ലേ ആയിട്ടുള്ളൂ, എന്നിട്ടും അയാൾ അടച്ചെന്നോ? ചതിയനാണ് അയാൾ, കൊടും ചതിയൻ. അയാൾ നമ്മളെ പറ്റിച്ചിരിക്കുന്നു അന്ന. ഫിയോദർ, എന്തായാലും ഞാനൊന്ന് നോക്കി വരാം. താങ്കൾ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. അയാളെല്ലാം തുറച്ചു കളഞ്ഞില്ലേ അന്ന? സൈബീരിയയിലെ തുറുങ്കിനേക്കാൾ കുടിലമായ തുറുങ്കിൽ ഇപ്പോ അകപ്പെട്ടതുപോലെ അയാളെല്ലാം തുലച്ചു കളഞ്ഞില്ലേ അന്ന? പ്രിയ ഫിയോദർ, എന്തായാലും ഞാനൊന്ന് നോക്കി വരട്ടെ. താങ്കൾ വീട്ടിൽ വിശ്രമിക്കൂ. വിധി, എന്റെ ദുർവിധി. വിധി, എന്റെ ദുർവിധി. ദുർവിധി, എന്റെ ദുർവിധി. എന്റെ ദുർവിധി. ദുർവിധി. ഫിയോദർ, നാം തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു ഫിയോദർ. എന്ത് സംഭവിച്ചു അന്ന? സ്റ്റെല്ലോസ്കി അയാളുടെ ഓഫീസ് പൂട്ടിപ്പോയത് തന്നെയായിരുന്നു. ദസ്തേവസ്കി എന്ന മഹാനായ റഷ്യൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പ്രസാധകൻ പറഞ്ഞതുപോലെ 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ നോവൽ എഴുതി പൂർത്തിയാക്കിയെന്ന് തെളിയിക്കാൻ ഞാൻ കോടതി വരെ പോയി ഫിയോദർ. പക്ഷേ കോടതിയും പിരിഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്റ്റെനോഗ്രാഫറുടെ എളിയ ബുദ്ധിയിൽ ഒരു ഉപായം ഉദിച്ചു. ഞാൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. നോവലിന്റെ കൈയെഴുത്ത് പ്രതി ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു.
എൻ്റെ പ്രിയ എഴുത്തുകാരൻ വാക്കു പാലിച്ചെന്ന് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. നോവൽ കൈപ്പറ്റി ഇൻസ്പെക്ടർ രസീതിയും തന്നു. ഇതാ രസീതി. അന്ന, സ്റ്റെല്ലോസ്കിയുടെ ഉടമ്പടി ഇനി നിലനിൽക്കില്ല ഫിയോദർ. അന്ന, താങ്കൾ ഇനി സ്വതന്ത്രനായ എഴുത്തുകാരനാണ് ഫിയോദർ. രസീതി തന്ന ശേഷം ഇൻസ്പെക്ടർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ഞാൻ ഫിയദോർ മിഖാലോവിച്ച് ദസ്തേവസ്കിയുടെ ആരാണെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു അന്ന? ഞാൻ പറഞ്ഞു ഞാൻ താങ്കളുടെ സ്റ്റെനോ അല്ല, ഭാര്യയാണെന്ന്. അന്ന,